നമസ്കാരം. ജാതീയമായി ഹിന്ദു സമൂഹത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തെ വിഭജിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സഖ്യം ജാതി സെൻസസ് വേണമെന്നും OBC-ക്കാർക്കും മറ്റുള്ളവർക്കുമൊന്നും ഇവിടെ വലിയ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നുമൊക്കെ ആരോപിച്ച് വലിയ പ്രസംഗങ്ങൾ നടത്തി തുടങ്ങിയിട്ട് കാലം കുറയായി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഇടിവ് BJP സഖ്യത്തിന് നേരിട്ടിരുന്നു. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. അത് മുതലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ അവസരം അത് തങ്ങൾ ജാതീയമായി ഈ വോട്ടർമാരെ വിഘടിപ്പിച്ചത് കൊണ്ടാണ് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. ആ അടവ് ഇനിയും പയറ്റാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി തെലങ്കാനയിൽ നടത്തിയ ഒരു പ്രസ്താവന. ആ പ്രസ്താവന മറ്റൊന്നുമല്ല, ജാതീയമായ വ്യത്യാസങ്ങൾ, അതായത് ഉച്ചനീചത്വങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്തെവിടെയും ഇത്തരത്തിലുള്ള ജാതീയമായ ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ജാതി സെൻസസ് നടത്തണം. ജാതീയമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ പ്രാതിനിധ്യം അത് വിവിധ മേഖലകളിൽ ഉറപ്പുവരുത്തണം. അതിന് ജാതി സെൻസസ് അനിവാര്യമാണ് എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പക്ഷേ ഉദ്ദേശം വ്യക്തമാണ്. വികസന രാഷ്ട്രീയത്തിൻ്റെ പിന്നിൽ ഒന്നിച്ചു നിൽക്കുന്ന സമൂഹത്തെ ഭിന്നിപ്പിക്കുക, ജാതിയുടെ പേര് പറഞ്ഞ് ഭിന്നിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. ഇങ്ങനെയൊക്കെ ജാതീയമായ ഉച്ചനീചത്വം അവസാനിപ്പിക്കണം, ജാതി സെൻസസ് വേണം എന്നൊക്കെ പറയുന്ന ഒരു നേതാവിൻ്റെ രാജസ്ഥാനിലെ ചെയ്തിയാണ് ഇപ്പോൾ BJP വലിയ പ്രചരണായുധമാക്കുന്നത്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. നേരത്തെ ജാതീയതയ്ക്കെതിരെ വലിയ വീമ്പ് പറഞ്ഞ രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം രാജസ്ഥാൻ സന്ദർശിക്കുകയായിരുന്നു. രാജസ്ഥാൻ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ ചേർന്ന് സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ആദ്യം മാല അണിയിച്ചു കൊടുത്തത് അവിടുത്തെ രാജസ്ഥാനിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ടാണ്. അശോക് ഗെഹ്ലോട്ടിന് ശേഷം പലരും ബൊക്കെ നൽകുന്നുണ്ട്. അതിനുശേഷം ഭജൻലാൽ യാദവ് എന്നൊരു നേതാവ് കൂടി ഹാരം അണിയിക്കാൻ അല്ലെങ്കിൽ ഹാരാർപ്പണം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ രാഹുൽ ഗാന്ധി അത് തടയുന്നു. അത് കൈകൊണ്ട് തടഞ്ഞത് കയ്യിലേക്ക് ആ മാല വാങ്ങുന്നു. മാല അണിയിക്കാൻ ആ നേതാവിനെ അനുവദിക്കുന്നില്ല. ഭജൻലാൽ യാദവ് രാജസ്ഥാനിലെ ഒരു പ്രമുഖ ദളിത് രാഷ്ട്രീയ നേതാവാണ്, കോൺഗ്രസ്സുകാരനാണ്, പ്രമുഖ രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിൽ നിന്നും എന്തുകൊണ്ട് മാല സ്വീകരിച്ചില്ല? അദ്ദേഹം പിന്നോക്ക വിഭാഗക്കാരനായതുകൊണ്ടാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ BJP ഉയർത്തുന്നത്. എന്നാലും രാജസ്ഥാനിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ ഒട്ടാകെ ഈ വീഡിയോ ഇപ്പോൾ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജാതി സെൻസസ് വേണം, പിന്നോക്കക്കാർക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കണം എന്നൊക്കെ പറയുന്ന രാഹുൽ ഗാന്ധി സ്വന്തം പാർട്ടിയിലെ ദളിത് നേതാവിൽ നിന്നും ഹാരം സ്വീകരിക്കാൻ മടിച്ചതെന്തിന് എന്ന ചോദ്യമാണ് ഇപ്പോൾ BJP ഉയർത്തുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.